നമസ്കാരം. വീടും കിടപ്പാടവും പണയപ്പെടുത്തി അല്ലെങ്കിൽ വിറ്റ് ഗൾഫിലെത്തുന്ന പ്രവാസികൾക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ വാടക നിയമം അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. പ്രസ്തുത നിയമം നടപ്പിലാക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമാകില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം നാളിതുവരെ ഇല്ലാത്ത വ്യവസ്ഥകളാണ് നിയമം മൂലം നടപ്പിൽ വരാൻ പോകുന്നത്. ഇത് വാടകക്കാരനെ സഹായിക്കാനാണോ കെട്ടിട ഉടമയെ സഹായിക്കാനാണോ എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. എമിറേറ്റിലെ വാടക കരാറുകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം പുറപ്പെടുവിച്ചിരിക്കുകയാണ് UAE. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇത് പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് എമിറേറ്റിലെ വാടക കരാറുകൾ പുറത്തിറക്കി 15 ദിവസത്തിനകം അംഗീകരിക്കാൻ ഭൂവുടമകൾ ബാധ്യസ്ഥരാണ്. നിശ്ചിത സമയത്തിനകം ഭൂവുടമകൾ വാടക കരാറുകൾ അംഗീകരിച്ചില്ലെങ്കിൽ താമസക്കാർക്ക് കോടതിയെ സമീപിക്കാം. വാടക കരാറുകൾ അംഗീകരിക്കണമെന്ന് ഭൂവുടമയോട് ജഡ്ജിക്ക് ആവശ്യപ്പെടാനും നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. താമസം, വാണിജ്യം, വ്യവസായം, പ്രൊഫഷണൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വാടക നൽകുന്ന എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നിയമവ്യവസ്ഥ ബാധകമാണെന്ന് ഷാർജ ഗവൺമെന്റ് അറിയിച്ചു കഴിഞ്ഞു. വാടക കരാർ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട അധികാരികളെയോ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ പുതിയ വ്യവസ്ഥ പ്രകാരം പാട്ടക്കാരന് ഭരണപരമായ പിഴ ചുമത്തും. കൂടാതെ സാക്ഷ്യപ്പെടുത്താനുള്ള ഫീസ് കുടിശ്ശികയും ഇവർക്കെതിരെ ചുമത്താം. പാട്ടക്കരാർ സാക്ഷ്യപ്പെടുത്താനും നിശ്ചിത ഫീസും പിഴയും അടയ്ക്കാനും ഭൂവുടമയെ നിർബന്ധിപ്പിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ജഡ്ജിയോട് ഏത് സമയത്തും ആവശ്യപ്പെടാം. ഇതിനു പുറമെ പുതിയ നിയമം അനുസരിച്ച് വാടക കരാറിൽ ഏർപ്പെട്ട ഇരു കക്ഷികളും ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗീകരിച്ച തീരുമാനപ്രകാരം രേഖാമൂലമോ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയോ കരാർ അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. താമസക്കാർ വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കെട്ടിട ഉടമ വാടകയിൽ കൃത്രിമം കാണിച്ചാൽ നിയമപരമായ നടപടികൾക്ക് ഈ രജിസ്ട്രേഷൻ സഹായകമാകുമെന്നും പറയുന്നു. കബളിപ്പിക്കപ്പെടുന്ന കരാറുകൾ തടയുന്നതും കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതുമാണ് കരാറിന്റെ ലക്ഷ്യമെന്നും പറയപ്പെടുന്നുണ്ട്. കരാറുകൾ രജിസ്റ്റർ ചെയ്യാത്തവർ വൈദ്യുതിയും വെള്ളവും പോലുള്ള ആവശ്യങ്ങളിൽ സർക്കാർ സബ്സിഡിക്ക് അർഹരായിരിക്കില്ല. കെട്ടിട ഉടമകൾക്കും താമസക്കാർക്കും വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഈ സർവീസ് പോർട്ടൽ വഴിയോ ബലദിയ ആപ്പ് വഴിയോ ഓരോരുത്തരുടെയും കരാറുകൾ പുതുക്കുകയോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയോ ചെയ്യാവുന്നതാണ്. കെട്ടിട ഉടമകളുടെയും താമസക്കാരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നു. മരുഭൂമിയിൽ അറബിപ്പൊന്നു വാരുകയാണ് ഗൾഫ് മലയാളി എന്നാണ് നാട്ടുകാരുടെ വിചാരം. കിടക്കാടം മുതൽ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് കഷ്ടിച്ച് കടൽ കടക്കുന്നത്. എന്നാൽ അക്കരെ എത്തിയാലോ ദുരിതത്തിന്റെ നടുക്കടലിൽ വീണ അവസ്ഥ. കുറെ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ഭൂരിഭാഗത്തിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. കടൽ കടന്നു പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല. ഇതിനിടയിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും എല്ലാം വിധേയരാകാം. വല്ല വിധേയനെയും ഗൾഫിലെത്തിയാലോ തല ചായ്ക്കാൻ ഒരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.